ഇന്ന് ഒരു സ്പെഷ്യൽ ദിവസമാണ്, തനുക്കുട്ടിക്ക് ഒരു സർപ്രൈസ് കൊടുക്കുന്ന ദിവസമാണ്. അവൾക്കറിയാം, എന്നാലും ഒരു ചെറിയ പെട്ടെന്ന് നമ്മൾ ഇത് ചെയ്യും എന്നുള്ളത് അവൾ ഈ ഒരു സമയത്ത് ചെയ്യുമെന്ന് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവില്ല. അത് കാരണം അവൾക്കൊരു ചെറിയ സർപ്രൈസ്, അവളുടെ ഒരു ആഗ്രഹം, നമ്മുടെ മക്കൾ എന്തെങ്കിലും ഒരു ആഗ്രഹം പറഞ്ഞാൽ നമ്മളതങ്ങ് ചെയ്തു കൊടുത്തേക്കണം. അപ്പോൾ ആ ഒരു ആഗ്രഹം ഇന്ന് നമ്മൾ നടത്തി കൊടുക്കാനായിട്ട് പോവാണ് കേട്ടോ. നമുക്ക് പറ്റുന്ന കാര്യമാണെങ്കിൽ ചെയ്തു കൊടുക്കായിരിക്കും നല്ലത്. പെട്ടെന്ന് പറഞ്ഞ ഉടനെ ചെയ്യണമെന്ന് ഞാൻ പറയില്ല, പക്ഷേ കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിലും അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണെങ്കിലും അവരെന്തെങ്കിലും ഒരു ആഗ്രഹം പറഞ്ഞാൽ അതങ്ങ് നടത്തി കൊടുത്തേക്കണം കേട്ടോ. നമുക്ക് എന്ന് പറഞ്ഞാൽ ഈ മക്കളൊക്കെ തന്നെ നമുക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് കാരണം കൊണ്ട് കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളൊക്കെ നടത്തി കൊടുക്കുക, അവർക്ക് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ മക്കളെ ഒന്ന് സന്തോഷിപ്പിച്ചേക്കാം. അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇറങ്ങാം കേട്ടോ. ഞാൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ആ പിഗ്മെൻറ്റേഷൻ ഒഴിവാക്കാനാണ് ലിപ്സ്റ്റിക്ക് ഉപയോഗിക്കുന്നത്. പിന്നെ കണ്ണൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു, ചെറിയൊരു കുങ്കുമവും ഇട്ടിട്ടുണ്ട്. ഇത്രയുള്ള പരിപാടി. ഞാൻ പറഞ്ഞല്ലോ, വെളിച്ചത്തേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഫേസ് കാണുമ്പോൾ മനസ്സിലാവും. ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്താ പറയുക, അത്യാവശ്യം നല്ല മോയ്സ്ചറൈസറും പിന്നെ ഫേസിലേക്കാണെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന സൺസ്ക്രീൻ ആണെങ്കിലും ഒക്കെ നല്ലതാണ്. ഈ ഫൗണ്ടേഷൻ ഇട്ട ഒരു എഫക്റ്റ് നമ്മുടെ ഈ സൺസ്ക്രീനിന് വരുന്നുണ്ട് കേട്ടോ. അത് ആക്ച്വലി നല്ലതാണ്. അപ്പോൾ നമുക്ക് എക്സ്ട്രാ ഫൗണ്ടേഷൻ ഒന്നും ഉപയോഗിക്കേണ്ടതായിട്ട് വരില്ല. ലൈറ്റായിട്ട്, ഒരുപാട് ഓവറല്ല, എന്നാലും നല്ലതാണ്. അപ്പം നമുക്ക് പുറത്തേക്ക് പോവാം കേട്ടോ. ഇച്ചിരി സമയമില്ല, മഴ വരുന്നുണ്ട്. അതുകൊണ്ട് വേഗം നമുക്ക് പോവാം. ഒരു സർപ്രൈസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചു കൊണ്ടുവന്നത്. അതാണ് ഈ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഈ സന്തോഷവും അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ ബൈക്കിലാണ് പോകുന്നത്. ആക്ച്വലി നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ, പക്ഷേ തനിക്കുട്ടി ഉള്ള കാരണം നമുക്ക് നടക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഞങ്ങളിതാ ബൈക്കിൽ കയറിയിട്ട് അവിടേക്ക് പോവാണ് കേട്ടോ. വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു, പക്ഷേ ലേറ്റായിട്ട് ഇങ്ങനെ മഴ വരുന്ന ഒരു ചായയുണ്ട്. ഇപ്പോൾ ഏറെക്കുറെ ബാംഗ്ലൂർ ഇങ്ങനെ തന്നെയാണ്, അങ്ങനെ വെയിലായിട്ടൊന്നും ഉണ്ടായിരിക്കില്ല, എപ്പോഴും ഇങ്ങനെ ഒരു മോഡലാണ്. അങ്ങനെ നമ്മളിതാ ഈ ഷോപ്പിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടപ്പോഴേ നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ. ഇതിനൊക്കെ കാണാൻ എന്തൊരു രസമാണെന്നറിയാം. പക്ഷേ അടുത്തേക്ക് പോയാൽ മൂക്ക് പൊത്താണ്ട് ഒരു നിമിഷം അവിടെ നിൽക്കാൻ പറ്റില്ല. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് എനിക്ക് ഇതുങ്ങളെയൊക്കെ കാണാൻ മാത്രമേ ഇഷ്ടമുള്ളൂ, വളർത്താൻ എനിക്ക് ഇഷ്ടമില്ല കേട്ടോ. അപ്പോൾ ഇത് നോക്കി ഭയങ്കര സാമർത്ഥ്യമുള്ളൊരു മീൻ. ഇപ്പോൾ ചാടി അവിടെ മുഴുവൻ വെള്ളമാക്കിയിട്ടുണ്ടായിരുന്നു. നല്ല കളർഫുള്ളായിട്ടുള്ള ഫിഷ് അവിടെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയായിരുന്നു. ആക്ച്വലി കുറേ വേണം, എന്നാൽ മാത്രമേ കാണാൻ രസമുള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ, നേരിട്ട് കാണാനായിട്ട്. ഞാൻ ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് ഒരു പെറ്റ് ഷോപ്പിൽ പോകുന്നത്. അപ്പോൾ കണ്ടു നിൽക്കാൻ തന്നെ ഒരു രസമാണ്. ആക്ച്വലി വീട്ടിൽ അക്വേറിയൊക്കെ ഉള്ളത് നല്ലതാണെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഗപ്പി മീനിനെ കണ്ടോ, ഇതിനെ കാണാൻ രസമാണ്, പക്ഷേ എങ്ങനെ പിടിച്ച് വെള്ളമൊക്കെ മാറ്റുമ്പോൾ നല്ല ബുദ്ധിമുട്ടായിരിക്കില്ല, എനിക്ക് അറിഞ്ഞുകൂടാ. ഹായ് പറഞ്ഞോ. അതെന്താ തുമ്പത്ത് അടപ്പൊന്നുമില്ല. ഞാൻ പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് കേൾക്കില്ല കേട്ടോ. പെറ്റ് ഷോപ്പാണ്. അപ്പോൾ തനുക്കുട്ടിക്ക് നമുക്ക് പെറ്റ്സിനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ മീനോ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങാമെന്ന് വെച്ചിട്ട് വന്നതാണ് കേട്ടോ. പേര് 110 രൂപ അല്ലേ. ആക്ച്വലി എല്ലാ മീനിനും ഒരേ വില ആയിരുന്നില്ല കേട്ടോ. ചിലതിനാണ് 110, അതാണ് സ്റ്റാർട്ടിങ് ആയിരുന്നത്. പിന്നെ അതിന് മേലെയുള്ള ഫിഷുകളായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിനൊക്കെ എന്തൊരു ഭംഗിയാണ്. നമ്മൾ ഇതിൻ്റെ പേര് ഫൈറ്ററോ അങ്ങനെ എന്താണ് ഒരു മീനല്ലേ ഇതല്ലേ തല്ലൂടി ചാവുന്ന മീൻ? എന്തോ അങ്ങനെയൊക്കെ കേട്ടിട്ടൊക്കെ ഉണ്ട്, വലിയ പരിചയമൊന്നുമില്ല. പണ്ട് ഞങ്ങളുടെ വീട്ടിൽ അക്വേറിയം ഉണ്ടായിരുന്നു, ഇച്ചിരി വലുതായിരുന്നു കേട്ടോ. ഞാനും ചേട്ടനും എത്ര തല്ലൂടി ഉണ്ടെന്നറിയാമോ. നീ കഴുകു, ഞാൻ കഴുകാം, നീ ബ്രഷ് എടുക്കുക, ഞാൻ വെള്ളം എടുത്തോണ്ടിരിക്കും, ഇങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങൾ എന്നും അടിയാണ്. ഇതിനൊക്കെ കാണുമ്പോഴാണ് കേട്ടോ ദൈവം ഇന്ന് ഉച്ചയ്ക്ക് കൂടി ഞാൻ പൊരിച്ച് തിന്നതാണല്ലോ എന്നുള്ളൊരു മനോവിഷമം എനിക്ക് തോന്നിയത്. മീനുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ കഴുകാനുള്ള മടിക്കാണ്. ഇതിനെ നോക്കിയേ, നീല കളറായിരുന്നു കേട്ടോ ഈ മീനിന്. കുറേ ടൈപ്പ് ഉണ്ട് കേട്ടോ. ഇതിനെ കണ്ടപ്പോഴേ കരുതി ഇതാണ് ആ ബ്ലാക്കിനെ വാങ്ങിക്കണമെന്ന്. ഇത്രയും മീനുകളുടെ ഇടയിൽ ഏറ്റവും ഭംഗിയ ബ്ലാക്കിനെ കാണാനായിരുന്നു കേട്ടോ. നല്ല രസമുണ്ട്. അപ്പോൾ മീനുകൾ മാത്രമല്ല, ഇവിടെ വേറെ ആൾക്കാരൊക്കെ ഉണ്ട്. അതായത് തൊപ്പിക്കിളി അല്ലേ, ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. തൊപ്പിയൊക്കെ വെച്ചിട്ടുള്ള കിളികളെയൊക്കെ കണ്ടു. പാവം നല്ല ഗുണ്ടപ്പന്മാരായിട്ട് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ ഒരാൾ എന്നെ നോക്കുന്നു, മൊബൈലിലേക്ക് നോക്കുന്നു, എന്നെ നോക്കുന്നു, മൊബൈലിലേക്ക് നോക്കുന്നു. അങ്ങനെ ഒരു തത്തയാണെന്ന് തോന്നുന്നു. ആരാണ് ക്യൂട്ടാണോ?
തൊടൂല. തൊട്ടോ? ഇത് നോക്ക്, ഇതിനെ തൊട്ടോ. തൊട്ട വിരലിട്ട് ഞാൻ തൊട്ടോ. ഇല്ല, ഒന്നും ചെയ്യില്ല. വേണ്ട. തൊട്ടോ? വേണ്ട. തൊട്ടോ? ഇല്ല 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 ഇല്ല, ഒന്നും ചെയ്യില്ല. ഇപ്പം എന്തെല്ലാം കളർഫുൾ മീനുകളാണല്ലേ. ഇതേ ആമ, ഒരു വൃത്തിയില്ലാത്ത ആമ കേട്ടോ. അപ്പോൾ ഈ ഒരു ഷാർക്ക് ഉണ്ട്, ഇതിന് ഷാർക്ക് എന്ന് തന്നെ പറയാൻ തോന്നുന്നുണ്ട്, കുട്ടി ഷാർക്ക്. ഇത് ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു കേട്ടോ പണ്ട്. പിന്നെ ബ്ലാക്ക് മീനിനെ എടുക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കതിനെ നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇങ്ങേര് എത്ര ശ്രമിച്ചിട്ട് അവനെ പിടിക്കാൻ കിട്ടുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഭയങ്കര നോട്ടി ആയിട്ടുള്ള ഒരു ബ്ലാക്ക് മീൻ. അപ്പോൾ അതിനെ പിടിച്ചിട്ട് എങ്ങനെ പിടിക്കാം എന്ന് ശരത്തേട്ടൻ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമ്മുടെ വീട്ടിൽ കൊടുന്ന ഇതിനെ എങ്ങനെ നമ്മൾ ഈ വെള്ളമൊക്കെ ചേഞ്ച് ചെയ്യുമ്പോൾ പിടിക്കുമെന്നൊക്കെ ആലോചിച്ചിട്ട് ഞാൻ മുത്ത് തല പുകച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ തനുക്കുട്ടിക്ക് ഇതേ കളർഫുൾ മീനുകളെ വേണമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് മീനിനെ എടുക്കുന്നുണ്ടായിരുന്നു. ഞാൻ ആദ്യം പറഞ്ഞു ആകെ 2 മീനിനെ മേടിച്ചാൽ മതി, നമുക്കത് ചത്തു പോകുമെന്ന് എനിക്ക് ഭയങ്കര ടെൻഷനാണ് കേട്ടോ. എനിക്ക് ജീവികൾ ചത്തു പോകാമെന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമമാണ്. കുട്ടികൾക്ക് അങ്ങനെയല്ലല്ലോ, അവർക്ക് കാണുമ്പോൾ എല്ലാം വേണമെന്ന് തോന്നും. അപ്പോൾ അങ്ങനെ ഇതേ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഫിഷ് മാത്രമല്ല കേട്ടോ, അവിടെ ഫിഷും ഉണ്ട്, പിന്നെ അതർ പെറ്റ്സും ഉണ്ട് ഇവിടെ. കണ്ടോ, എന്താ പറയുക, കോഴിയും പ്രാവും കിളികളും എല്ലാം ഉണ്ട് കേട്ടോ. സൗണ്ട് കാരണം കേൾക്കണ്ടാവില്ല. പ്രാവുകളെയൊക്കെ കാണാൻ നല്ല രസമാണ് കേട്ടോ. പിന്നെ ഈ ഒരു റാബിറ്റ് കണ്ടോ, നല്ല ഇണക്കമുള്ള പോലെ ആയിരുന്നു കേട്ടോ. അവർ നമ്മുടെ അടുത്തേക്ക് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ സ്മെല്ല് ചെയ്തൊക്കെ നോക്കുന്നുണ്ട്, എന്തെങ്കിലും തിന്നാൻ കൊടുക്കുന്നുണ്ടോ എന്ന് നോക്കാൻ തോന്നുന്നു. എല്ലാത്തിനും കാണാൻ നല്ല രസമാണ്. തനിക്കുട്ടി തോടുന്നൊക്കെ ഉണ്ടായിരുന്നു. ഈ ജീവിയുടെ പേര് എനിക്കറിയില്ല, അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അറിയാനുള്ള ആഗ്രഹം കൊണ്ടാണ് കേട്ടോ. എൻ്റെ മനസ്സിലൊരു പേരുണ്ട്, പക്ഷെ അത് ശരിയാണോ അല്ലെന്ന് അറിയില്ലല്ലോ, അത് കാരണം കൊണ്ടാണ് പറയാഞ്ഞത്. അനുകുട്ടിക്ക് ഏത് മീനിങ്ങ വേണ്ടത്? ഏത് മീനിങ്ങ വേണ്ടത്? ജെല്ലി ഫിഷിനെ വാങ്ങാം. ജെല്ലി ഫിഷ് ഒറിജിനൽ അല്ല മോനെ, ഇത് ഒറിജിനൽ അല്ല. മീനെ കൊണ്ടുപോയിട്ട് നന്നായി നോക്കുവോ നന്നായിട്ട്? എങ്ങനെ വാഷ് ചെയ്യും? സോപ്പിട്ട് വാഷ് ചെയ്തിട്ട് ഞങ്ങള് മീനിനെ നിങ്ങൾ കണ്ടോ? എങ്ങനെ ഞങ്ങള് സോപ്പിട്ടിട്ടാ വാഷ് ചെയ്യാൻ പോകും. എനിക്ക് പേടിയാ, കോഴി കൊടുത്തു. ഒന്നും ചെയ്യില്ല. തൊട്ടോ, ചേർക്കുമ്പോ തൊട്ടാ മതി. ഇങ്ങനെ ഈ സൈഡിലേക്ക് കയറി വന്നപ്പോൾ ഇവിടെ കുറേ ലവ് ബേർഡ്സും വേറെ പേരറിയാത്ത കുറേ കിളികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല കലപില സൗണ്ടാണ്, നല്ല ആക്റ്റീവായിട്ടുള്ള കിളികളായിരുന്നു കേട്ടോ. എല്ലാതും കാണാനും നല്ല ഭംഗിയുണ്ടായിരുന്നു. എവിടെ പോയാലും കുറുക്കൻ്റെ കണ്ണ് കോഴിക്കൂട്ടിൽ എന്ന് പറയുന്ന പോലെ എൻ്റെ കണ്ണ് ചെടികളുടെ മേലേക്ക് പോവുള്ളൂ കേട്ടോ. എനിക്ക് അതിനോടൊക്കെയാണ് താല്പര്യം. അപ്പോൾ അതൊക്കെ നോക്കി ഞാൻ പിന്നെ ഒരാളെ തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. കുറേ നേരം കൊണ്ട് ഞാൻ നോക്കുക കേട്ടോ, ഏതെങ്കിലും കൂട്ടിനകത്ത് ഉണ്ടോ ഉണ്ടെന്ന്. അപ്പോഴാണ് തനുക്കുട്ടി എനിക്ക് ആ കാഴ്ച കാണിച്ചു തന്നത്. അമ്മ ഇവിടെ ഒന്ന് നോക്കിയ വലിയ മീൻ എന്ന് പറഞ്ഞാൽ എനിക്ക് കാണിച്ചു തന്നതാണ് കേട്ടോ. ഞാൻ നോക്കിക്കൊണ്ടിരുന്നത് ആദ്യം ഈ ഒരു സക്കറിനെയാണ്. ഇതാകുമ്പോൾ ആ ഒരു ഫിഷ് ടാങ്കിലത്തെ ചെളി മുഴുവൻ അത് തിന്നോളും. ഞാൻ ആക്ച്വലി എല്ലാ കൂട്ടിലും പോയിട്ട് ഫിഷ് ടാങ്കിനകത്തും പോയിട്ട് അതിനെയാണ് തപ്പിക്കൊണ്ടിരുന്നത്, ചെറുതിനെ കാണാൻ പറ്റുമെന്ന്. പക്ഷേ അവസാനം തനുക്കുട്ടി വേറെ മീനിനെ കാണിച്ചു തരാൻ വിളിപ്പിച്ചപ്പോഴത്തേക്കും ഞാൻ അവിടെ അതിനെ കണ്ടെത്തി. അപ്പോൾ തനുക്കുട്ടിയോട് ഭയങ്കര ഡാൻസാണ് കേട്ടോ, അവൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോൾ അത് തന്നെയാണ് നമുക്കും ആവശ്യം. ആക്ച്വലി ഇത് തനുക്കുട്ടിക്ക് ഗിഫ്റ്റായി മാറാനുള്ള ഒരു കാരണം കൂടി ഉണ്ട് കേട്ടോ. അത് ഞാൻ ഈ വീഡിയോൻ്റെ അവസാനം പറഞ്ഞു തരാം. അവൾ കണ്ടോ, മീനിനെ പോലെ കിടന്ന് എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നുണ്ടായിരുന്നു.
തേനക്കുട്ടിക്ക് ഒരു ജീവികളെയും തൊടാനായിട്ട് പേടിയില്ല കേട്ടോ. നമ്മുടെ ഗാർഡനിലുണ്ടല്ലോ ഈ കാറ്റർപില്ലർ വരത്തില്ലേ, അവൾ ബട്ടർഫ്ലൈയുടെ കാറ്റർപില്ലർ, അതിനൊക്കെ അവൾ തൊടാറുണ്ട് കേട്ടോ. എനിക്ക് അത്ഭുതമാണ്. അത് കാരണം കൊണ്ട് തന്നെ ഞാൻ എപ്പോഴും പറയും തൊട്ടോ എന്ന് കേട്ടോ. ഞാൻ കയ്യിൽ സാനിറ്റൈസറൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു ആക്ച്വലി, അതൊക്കെ ഞാൻ കയ്യിലിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഫിഷിനെയൊക്കെ വാങ്ങിച്ചായിരുന്നു. അവസാനം ശരത്തേട്ടൻ അതൊക്കെ പാക്ക് ചെയ്ത് വാങ്ങിച്ചിട്ടുണ്ട്. ഫിഷ് മാത്രമല്ലല്ലോ, ഇതിൻ്റെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ മേടിച്ച് ഞങ്ങളെല്ലാവരോടും ടാറ്റ ബൈ ബൈ പറഞ്ഞ് പോരാണ്. കണ്ടോ, ഇതെന്ത് കോഴിയാണെന്ന് എനിക്കറിഞ്ഞുള്ളൂ. പോരു കോഴിയാണെന്ന് തോന്നുന്നു. എനിക്കതിനെ കണ്ടപ്പോൾ അങ്ങനെയാണ് തോന്നിയത് കേട്ടോ. തെറ്റാണെങ്കിൽ ക്ഷമിക്കുക. ആക്ച്വലി കോഴീനെ വളർത്താൻ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. കോഴിയോടുള്ള സ്നേഹം കൊണ്ടതല്ല, മുട്ട കിട്ടുമല്ലോ എന്ന് വിചാരിച്ചു. പണ്ട് എൻ്റെ വീട്ടിലുണ്ടായിരുന്നു കേട്ടോ കോഴിയൊക്കെ. പക്ഷെ വന്ന് കയറിയുണ്ടല്ലോ, ഞങ്ങളുടെ ഉമ്മർത്ത് എപ്പോഴും അപ്പിട്ട് വയ്ക്കും. എൻ്റെ പൊന്നോ, അതാണ് കൊടുക്കത്ത നാട്ടം. എനിക്ക് അതാണ് ആ കോഴീനെ കണ്ടപ്പോൾ ആദ്യം ഓർമ്മ വന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടാ. അപ്പോൾ ഇവിടെ ശരത്തേട്ടും കുട്ടികളും കൂടിയിട്ട് ഇതാ മീനിൻ്റെ ആ വെള്ളം മാറ്റലും എന്താ പറയുക, ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്യണം. അപ്പോൾ ഞാനതൊന്ന് കാണിച്ചു തരാം കേട്ടോ. ശരത്തേട്ടൻ എന്തേ ഇതിൻ്റെ പണിയിലാണ്. അപ്പോൾ ഇതിനകത്ത് ആദ്യം നമ്മൾ സാൻഡാണ് ഇട്ട് കൊടുത്തത്, വൈറ്റ് കളർ സാൻഡ്. ഞങ്ങൾക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അയാൾ കല്ലും കില്ലൊക്കെ മേടിച്ചോന്ന് പറഞ്ഞു, പെബിൾസ് മേടിച്ചോന്ന് പറഞ്ഞു. അപ്പോൾ അതിനനുസരിച്ചൊക്കെ ഞങ്ങൾ മേടിക്കുകയാണ് ചെയ്തത്. സാൻഡാണ് ആദ്യം നിരത്തി കൊടുത്തത്. നല്ല വൈറ്റ് സാൻഡായിരുന്നു. ഇത് കഴുകുമ്പോഴത്തെ അവസ്ഥ എന്താണെന്നൊന്നും ഞങ്ങൾ ആലോചിച്ചില്ല. കാണാൻ ഭംഗിയുണ്ടായിരിക്കുമല്ലോ എന്നാണ് വിചാരിച്ചത്. പിന്നെ നമ്മൾ കഴുകുന്ന സമയത്ത് എന്ത് സാധനം വാങ്ങിച്ചാലും ഒരു പണി തന്നെയാണ്. എനിക്ക് നല്ല ഓർമ്മയുണ്ട് എൻ്റെ വീട്ടിലത്തെ ഫിഷ് ടാങ്ക് കഴുകാൻ ഞാനും ചേട്ടനും അടികൂടിയിരുന്നത് ഞാൻ ഈ വേളയിൽ ഓർക്കുന്നു സഹോദര. വെള്ളത്തിൻ്റെ കാര്യം ഞങ്ങൾ ചോദിച്ചപ്പോഴത്തേക്കും ഏത് വെള്ളം ഒഴിച്ചു കൊടുത്താലും കുഴപ്പമില്ല എന്നാണ് അയാൾ പറഞ്ഞത് കേട്ടോ. സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ഞങ്ങളൊക്കെ വീട്ടിൽ അപ്പുറത്തെ വീട്ടിലൊക്കെ പോയിട്ട് കിണറിൽ നിന്ന് വെള്ളം എടുത്ത് കൊടുത്തിട്ടൊക്കെയാണ് ഇതിനെ പരിചരിച്ചിരുന്നത്. എന്നിട്ടെല്ലാം ചത്തുപോയിരുന്നും ചെയ്തു. അപ്പം ഞാൻ ചോദിച്ചപ്പോഴത്തേക്കും അയാൾ പറഞ്ഞത് നമ്മുടെ വീട്ടിൽ ഏത് വെള്ളമാണോ അത് ഉപയോഗിച്ചോളാനാണ് പറഞ്ഞത് കേട്ടോ. അയാളെ വിശ്വസിച്ചിട്ടാണ് ഇപ്പം നമ്മൾ പൈപ്പിൽ വെള്ളം ഡയറക്റ്റ് ഉപയോഗിക്കുന്നത്. എന്താകും എന്നൊന്നും അറിയില്ല. അപ്പോൾ ശരത്തേട്ടൻ എന്തെങ്കിലും മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ താൽക്കാലികമായിട്ടൊരു പരീക്ഷണാർത്ഥം ഒരു 4-5 കളറ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ജോഡിക്ക് 120 രൂപ വെച്ചിട്ടാണ് വാങ്ങിച്ചിരിക്കുന്നത്. അത് ഓരോ മീനിനനുസരിച്ചും വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ ഏതൊക്കെ റേറ്റ് എന്ന് എനിക്കറിയില്ല. പക്ഷെ മിനിമം റേറ്റ് വന്നിരിക്കുന്നത് 120 രൂപയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ 4-5 സെറ്റാണെന്ന് തോന്നുന്നു. പെയറായിട്ടാണ് മേടിച്ചിരിക്കുന്നത്. ഇനി അവർക്കൊരു വിഷമം വേണ്ട എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ പെയറായിട്ടാണ് മീനിനെ മേടിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ശരത്തേട്ടൻ അവിടെ അതിൻ്റെ സെറ്റപ്പൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ ആ മണൽ നമ്മൾ വൈറ്റ് കളറാണ് മേടിച്ചത്. അപ്പോൾ അതിൻ്റെ ചെളി ഉണ്ടായിരുന്നു തോന്നുന്നു. അപ്പോൾ ആദ്യം നിറച്ച വെള്ളം നമ്മൾ നോക്കിയപ്പോഴത്തേക്കും ഇങ്ങനെ ചെളിയായിട്ട് വന്നു. അപ്പോൾ പിന്നെ രണ്ടാമതും മൂന്നാമതൊക്കെ വെള്ളം നിറച്ചിട്ട് ഇപ്പോൾ അവിടെ അങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ തനുകുട്ടിക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പെറ്റ്സിനോട് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് പെറ്റ്സിന് ഇഷ്ടമൊക്കെ തന്നെയാണ്. പക്ഷെ ഇതിനെയൊക്കെ നോക്കുക എന്ന് പറയുന്നത് അതൊരു തരത്തിലുള്ള കമ്മിറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഒരു പട്ടിക്കുട്ടിയാണെങ്കിലും പൂച്ചക്കുട്ടിയാണെങ്കിലും എന്ത് സാധനമാണെങ്കിലും അതൊരു കമ്മിറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ആ ഒരു കമ്മിറ്റ്മെൻറ്റ് ഏറ്റെടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ഇതിനൊന്നും വളർത്താത്തത് കേട്ടോ. അല്ലാണ്ട് എനിക്ക് ഇഷ്ടക്കുറവൊന്നുമില്ല. പക്ഷെ നമ്മൾ അവരെ നോക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് നോക്കണം, നല്ലതായിട്ട് നോക്കണം. അതിന് പറ്റാത്തവർ ഇതിനൊന്നും വളർത്തരുതെന്ന് ഞാൻ പറയുള്ളൂ. അപ്പോൾ പട്ടി പൂച്ച എന്നൊക്കെ പറഞ്ഞാൽ നല്ല പണിയാണ്. ഫിഷ് എന്ന് പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് നമുക്ക് കുറച്ച് ആശ്വാസമുണ്ട്. ആഴ്ചയിൽ ഒരു ദിവസം വെള്ളം മാറ്റിയാൽ മതി. അല്ലെങ്കിൽ അതിനെ നോക്കാൻ അത്ര വലിയ പാടൊന്നും തോന്നുന്നില്ല. പക്ഷെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചത്തുപോകും. ആ ചത്തുപോകലിൽ എങ്ങനെയാണെങ്കിലും അത് ചത്തുപോകും. നമ്മൾ എന്തുമാത്രം നോക്കിയാലും കുറേ കഴിയുമ്പോൾ ഫിഷുകളൊക്കെ ചത്തുപോകും. അപ്പം അത് കാരണം കൊണ്ടൊക്കെ മടിച്ചിട്ടാണ് ഞാനാണെങ്കിലും ശരത്തേട്ടനാണെങ്കിലും ഇതിനൊന്നും വാങ്ങിക്കാത്തത് കേട്ടോ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇങ്ങനെ എന്താ പറയുക, ഒന്നിനെയും ഉപദ്രവിക്കാനായിട്ടുള്ള മനസ്സ് ഇല്ല കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും തനുക്കുട്ടിയുടെ ആഗ്രഹമാണ് എന്തെങ്കിലും അവൾക്ക് പെറ്റ്സിനെയാണ് അവൾ ഉദ്ദേശിച്ചത്. പക്ഷെ നമുക്ക് തൽക്കാലം ഫിഷിനെ വാങ്ങിച്ചിട്ട് നമുക്കൊരു ആശ്വാസം കണ്ടെത്താലോ എന്ന് വിചാരിച്ചിട്ടാണ് അവൾക്ക് അതിനെ മേടിച്ചു കൊടുത്തിരിക്കുന്നത്. അതിനെ നോക്കില്ലെന്നൊക്കെ ആദ്യം നോക്കട്ടെ, എന്നിട്ട് നമുക്ക് അധികം മീനിനെയൊക്കെ വേണമെങ്കിൽ അല്ലെങ്കിൽ വലിയ ഫിഷ് ടാങ്കൊക്കെ വാങ്ങണമെങ്കിൽ അന്നേരം ചെയ്യാമെന്ന് വെച്ചു. പിന്നെ ഉണ്ടല്ലോ, അപ്പം ഞാനാണെങ്കിലും ശരത്തേട്ടനാണെങ്കിലും നല്ല ബിസി ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പം അതിൻ്റെ ഇടയിൽ നമുക്കിത് വലിയ ഫിഷ് ടാങ്കൊക്കെ വാങ്ങിച്ചാൽ നമുക്കതൊരു ബുദ്ധിമുട്ടാണ് അതിനെ ടേക്ക് കെയർ ചെയ്യാന്ന് പറയുന്നത്. അപ്പം അത് കാരണം കൊണ്ട് തൽക്കാലം അവളുടെ ഒരു സന്തോഷത്തിന്, ഇപ്പം നമ്മുടെ മക്കൾ എന്തെങ്കിലും ആഗ്രഹം പറയുമ്പോൾ നമുക്ക്
എന്താ പറയുക, അതങ്ങ് സാധിപ്പിച്ച് കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ ചെയ്തു കൊടുക്കുന്നതാണ് നല്ലത് കേട്ടോ. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്കതൊരു വിഷമമായിട്ട് മാറും. അപ്പോൾ അത് കാരണം കൂടി എന്തെങ്കിലും ഒരു ആഗ്രഹം പറയുമ്പോൾ ഉടനെ സാധിച്ചു കൊടുത്തില്ലെങ്കിലും നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിലും നമ്മളത് ആഗ്രഹം നടത്തി കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് നമ്മൾ അവർ പറയുന്ന ഉടനെ ചെയ്തു കൊടുക്കുമ്പോൾ അവർക്ക് ചിലപ്പോൾ അതൊരു വാശിയായി മാറാം, അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അതൊരു എന്താ പറയുക നിർബന്ധ ബുദ്ധി വരും. അപ്പം അത് കാരണം കൊണ്ട് നമ്മൾ പറയുക, ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്താൽ 1 മാസമോ 2 മാസമോ ഒക്കെ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ കുറച്ച് നാളത്തെ ഗ്യാപ്പിന് ശേഷം മാത്രമേ അവരുടെ ആഗ്രഹങ്ങൾ നമ്മൾ നടത്തി കൊടുക്കാറുള്ളൂ കേട്ടോ. അപ്പം ഇത് അവളുടെ കുറേ നാളത്തെ ആഗ്രഹമാണ് ഫിഷിനെ വാങ്ങുക എന്ന് പറയുന്നത്. ഇപ്പോൾ ഇന്ന് തനുക്കുട്ടിക്ക് ഫിഷിനെ വാങ്ങിച്ചു കൊടുത്തു അല്ലേ പൊന്ന? അല്ല പൊന്ന സന്തോഷമായി. എന്തിനോ മുഖം വേർപ്പിച്ച് വന്നേക്കാണ്. എന്തോ അവിടെ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം എന്താണെന്ന് അറിഞ്ഞൂടാ. എന്ത് പറ്റി? വിശക്കുന്നോ? അപ്പൊ ഫിഷ് വാങ്ങിച്ചു വന്നപ്പോ ഇപ്പൊ വിശപ്പായോ? ഫിഷിനെ വെക്കണ്ടേ? ഫിഷിന് വീട് വെച്ച് കൊടുക്കണ്ടേ? അമ്മ വെച്ച് ഫിഷിനെ ഇടുമ്പോ തനുകുട്ടിക്ക് ഇടാം. ഓക്കെ, അപ്പൊ ഞങ്ങൾ പോയിട്ട് ഫിഷിനെ ഒക്കെ ഒന്ന് നോക്കട്ടെ കേട്ടോ. 2-3 പ്രാവശ്യം നമ്മൾ ആ വെള്ളം ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടും അങ്ങോട്ട് ആ ഒരു കളറ് വരുന്നില്ല. പിന്നെ ഞങ്ങൾ വിചാരിച്ചു അത് കുറച്ച് നേരം ഇരിക്കുമ്പോൾ അടിഞ്ഞ് കളറ് വെക്കുമായിരിക്കുന്നു. അപ്പോൾ അത് ശരത്തേണ്ടാണെങ്കിലും ഇതിനെ വാങ്ങിച്ചപ്പോൾ തൊട്ട് അതിനെ നോക്കിക്കൊണ്ടിരിക്കാനായിട്ട് നല്ല ഇഷ്ടമുണ്ടെന്ന് തോന്നുന്നു. ശരത്തേൻ്റെ വീട്ടിലും ആക്ച്വലി അക്വേറിയം ഉണ്ടായിരുന്നു. അവസാനം ഒന്ന് വെള്ളം തെളിഞ്ഞപ്പോഴത്തേക്ക് എന്ത് ചെയ്യും, നമ്മൾ മീനിനെ അതിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം അതൊക്കെ അത് കുറച്ചൊക്കെ ആ ഒരു കലങ്ങൽ തന്നെ അടിഞ്ഞ് വെള്ളം തന്നെത്താൻ തന്നെ ക്ലിയർ ആവുമെന്നാണ് ശരത്തേടൻ പറയുന്നത് കേട്ടോ. പിള്ളേരാണെങ്കിൽ ഇത് കണ്ടപ്പോൾ തൊട്ട് നിലത്തൊന്നല നിൽക്കുന്ന തനുക്കുട്ടി അടയ്ക്കുന്നു തുറക്കുന്നു അടയ്ക്കുന്നു. അതിനെ നോക്കി ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. എനിക്കറിഞ്ഞൂടാ അവളെ സന്തോഷം എന്താണെന്നുള്ളത്. അവൾക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്ന് അറിയുന്നില്ല. അപ്പോൾ നമ്മുടെ അടുത്ത് മീനിന് ഫുഡ് കൊടുക്കേണ്ട രീതി പറഞ്ഞു തന്നത് കാലത്തും രാത്രിയായിട്ട് 2 നേരം കൊടുത്താൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതും ഇതിലിപ്പോൾ 8-10 മീനങ്ങോട്ട് ഉണ്ട്. അപ്പം ഒരു 10 മണിയോ 11 മണിയോ അത്രയൊക്കെ കൊടുക്കാനായിട്ട് പാടുള്ളൂ കേട്ടോ. കാലത്ത് ഒരു 10 മണി ഫുഡ്, അതിൻ്റെ തീറ്റ ഒരു 10 മണി ഇട്ട് കൊടുക്കുക. അതുപോലെ രാത്രി ആണെങ്കിലും ഒരു 10 മണി ഇട്ട് കൊടുക്കുക. അത്രയാണ് അയാൾ പറഞ്ഞത്. കൂടുതൽ തീറ്റ കൊടുത്താലും ഇത് ചത്തുപോകുമെന്നാണ് പറയുന്നത്. അതുപോലെ വെള്ളം മാറ്റുന്നതൊക്കെ ആഴ്ചയിൽ 1 പ്രാവശ്യമോ അല്ലെങ്കിൽ വല്ലാണ്ട് വെള്ളം കലങ്ങിയാൽ മാത്രം മാറ്റിയാൽ മതി എന്നും പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ എന്താണെങ്കിലും ഇതിൻ്റെ വലയും സകലമാന സാധനങ്ങളും മേടിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മേലഭാഗം അവർ വേണമെങ്കിൽ ഓപ്പണാക്കി വെച്ചോളം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ പറഞ്ഞു നമുക്ക് അടച്ചു വയ്ക്കാം, കാരണം നമ്മുടെ വീട്ടിൽ പൊടിയൊക്കെ വരുന്നതില്ല, എങ്ങനെയായാലും അതിനകത്തേക്ക് പൊടി വീഴും. അപ്പോൾ ബെറ്റർ ഒരു ഹോൾ ഇട്ടിട്ടുള്ള മൂടി വെച്ചിട്ട് അടച്ചു വയ്ക്കുന്നതാണെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെയാണ് ഇത് മേടിച്ചത്. പിന്നെ തനുക്കുട്ടിക്ക് ഇത് മേടിച്ചു കൊടുക്കാനുള്ള റീസൺ എന്താ വെച്ചാൽ അവളെ ലാസ്റ്റ് എക്സാമിന് എല്ലാ പരീക്ഷയ്ക്കും അവൾക്ക് A+ ആണ്. അപ്പോൾ കഴിഞ്ഞ എക്സാമിന് ഇനി A+ മേടിക്കുവാണെങ്കിൽ നമ്മൾ എനിക്ക് ഇഷ്ടമുള്ള പെറ്റ്സിനെ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ വാങ്ങിക്കൊടുത്തത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ബായ്.